ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. അതുപോലെ കഥാസാഗരമായിട്ട് എത്തിയിരിക്കുകയാണ്. തുടങ്ങുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. ചെറിയ കഥകൾ, നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസങ്ങളും ഐതിഹ്യങ്ങളും പുരാണങ്ങളും അങ്ങനെ നിരവധി കഥകൾ ഇതിനകം അവതരിപ്പിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ വേറൊരു കഥ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹിതോപദേശ കഥയാണ്. കഥകളൊക്കെ വായിക്കുന്നവർ ചിലപ്പോൾ ഈ കഥ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ വൈകുന്നില്ല, നമുക്ക് കഥ കേട്ടിട്ട് മടങ്ങി വരാം. ഇത് കുറച്ച് മൃഗങ്ങളുടെയൊക്കെ കഥയാണ്. കാട്ടിൽ നടക്കുന്നൊരു കഥയാണ്. കൗശലത്തിൻ്റെ കഥയാണ്. അപ്പോൾ നമുക്ക് ഈ കഥയ്ക്ക് കുറുക്കൻ്റെ കൗശലം എന്ന് പേരിടാം. ഒരു ദിവസം ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു. ഒരു ദിവസം വിശന്ന് പരവശനായ കുറുക്കൻ കാട്ടിൽ ഭക്ഷണം തേടി അലയുകയാണ്. അപ്പോൾ അതാ ദൂരെ ഒരനക്കം. കുറുക്കൻ അങ്ങോട്ട് ശ്രദ്ധിച്ചു. അവിടെ അതാ കൊഴുത്തൊരു മാൻ നിൽക്കുന്നു. കുറുക്കന് സന്തോഷമായി. വിശന്നിരിക്കുകയല്ലേ. കുറുക്കൻ്റെ നാവിൽ വെള്ളമൂറി. പക്ഷേ എന്തു ചെയ്യാം, അവൻ ആ മാനിനെ ഒറ്റയ്ക്ക് ഓടിച്ച് പിടിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. വിശന്ന് അവശനായിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ മാനിനെ പിടികൂടാൻ ആരുടെയെങ്കിലും സഹായം തേടാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അതുവഴി ഒരു എലി വന്നത്. കുറുക്കൻ എലിയെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നീ ആ മാനിനെ കണ്ടോ? അതിനെ പിടികൂടാൻ സഹായിച്ചാൽ നമുക്ക് കുറച്ച് ദിവസം കുശാലായി ജീവിക്കാം. എനിക്ക് സന്തോഷമായി. അയ്യോ സമ്മതം, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. കുറുക്കനും എലിയും മാനിനെ പിടികൂടാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. അവർ പരസ്പരം ഓരോ പദ്ധതികൾ ആലോചിച്ചു കൂട്ടി. അങ്ങനെ കുറേ ആലോചനകൾക്ക് ശേഷം അവർ തീരുമാനിച്ചു, ആ മാനിനെ കീഴടക്കാൻ 2 പേരൊന്നും മതിയാവില്ല. അവർക്കത് ബോധ്യമായി. ഇനി എന്തു ചെയ്യണം? അതായി അടുത്ത ആലോചന. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കീരിയും ചെന്നായും കടുവയും അതുവഴി വന്നു. കുറുക്കൻ അവരെയും കൂട്ടത്തിൽ കൂട്ടി. കുറുക്കൻ മാനിനെ പിടികൂടാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു. അങ്ങനെ അവരും കൂടെ ആയപ്പോൾ കുറുക്കന് നല്ലൊരു പദ്ധതി മനസ്സിൽ ഉദിച്ചു. അതായത് മാനിനെ പിടികൂടാനുള്ള ഒരു ഗംഭീര പദ്ധതി ആസൂത്രണം ചെയ്തു. അതുപ്രകാരം എലി പതുങ്ങിച്ചെന്ന് മാനിൻ്റെ കാലിൽ കടിച്ച് മുറിവുണ്ടാക്കി. അതോടുകൂടി മാനിന് വേദന കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായി. മാൻ മുടന്തി നീങ്ങിയപ്പോൾ കുറുക്കനും കീരിയും ചെന്നായും അതിനെ തടഞ്ഞു. ഈ സമയം കടുവ മാനിൻ്റെ പുറത്ത് ചാടി വീണ് അതിനെ കടിച്ചു കൊന്നു. എല്ലാവർക്കും സന്തോഷമായി. അവർ ചത്ത മാനിൻ്റെ ചുറ്റും കൊതിയോടെ നിന്നു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, ഇന്ന് വളരെ വിശേഷപ്പെട്ട കാർത്തിക പൂർണിമ ദിവസമാണ്. ഇന്ന് കുളിക്കാതെ ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ പോയി കുളിച്ചിട്ട് വരൂ. ഈ മാനിനെ ഞാൻ സൂക്ഷിച്ചോളാം. എല്ലാവർക്കും കുറുക്കൻ്റെ വാക്ക് വിശ്വാസമായി. കുറുക്കൻ്റെ അല്ലേ പദ്ധതി. അവർ പുഴയിൽ കുളിക്കാൻ പോയി. ആദ്യം കുളിച്ചു വന്നത് കടുവയാണ്. കടുവ കണ്ടത് മാനിൻ്റെ അരികെ ദുഃഖത്തോടെ ഇരിക്കുന്ന കുറുക്കനെയാണ്. എന്തു പറ്റി കുറുക്കച്ച? മുഖം വാടിയിരിക്കുന്നുവല്ലോ, കടുവ ചോദിച്ചു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, നമുക്കെല്ലാം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ആ എലി പറയുകയാണ്, അവൻ മാനിൻ്റെ കാലിൽ കടിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് മാനിനെ പിടിക്കാനേ കഴിയുമായിരുന്നില്ല. സത്യത്തിൽ അവനാണ് മാനിനെ പിടിച്ചതെന്നും പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുകയാണ്. ഛേ, അത് വലിയ മോശമായി പോയല്ലോ. ഒരു പീക്കിരി എലിയുടെ സഹായത്തോടെ പിടിച്ചൊരു ഇരയെ തിന്നുന്നത് നാണക്കേട് തന്നെയാണ്. ഇത് തിന്നുന്നതിനേക്കാൾ ഭേദം പാട്ടിണി കിടന്ന് മരിക്കുന്നതാണ്. ഛേ, കഷ്ടം. അരിശത്തോടെ പിറുപിറുത്തുകൊണ്ട് കടുവ സ്ഥലം വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ എലി വന്നു. അപ്പോഴും കുറുക്കൻ ചത്ത മാനിൻ്റെ അരികെ ദുഃഖഭാവത്തിൽ ഇരിക്കുകയായിരുന്നു. എൻ്റെ ചങ്ങാതി, ആ കീരി പറയുകയാണ്, ഈ മാനിറച്ചിയിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന്. നീ അത് തിന്ന് ചാവുന്നത് കാണാൻ അവന് വല്ലാത്ത കൊതിയുണ്ടത്രേ.
അത് കേട്ടതും എലി ഭയന്ന് മാളത്തിൽ കയറി ഒളിച്ചു. ചെന്നായ വന്നപ്പോഴും കുറുക്കൻ അതേ ഇരിപ്പ് തന്നെ തുടരുകയായിരുന്നു. ചെന്നായ കാരണം തിരക്കി. കടുവ അയാളുടെ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. ചെന്നായയുടെ ഹൃദയം തിന്നാൻ നല്ല രുചിയാണത്രേ. കടുവ തിരിച്ചു വരുന്നതിന് മുമ്പ് നീ രക്ഷപ്പെട്ടോ, അതാ നല്ലത്, കുറുക്കൻ പറഞ്ഞു. ചെന്നായ പിന്നെ അവിടെ നിന്നില്ല. തിരിഞ്ഞു നോക്കാതെ ജീവനും കൊണ്ടോടി. ഒടുവിൽ കീരിയും കുളി കഴിഞ്ഞ് എത്തി. കൊതിയോടെ അവൻ മാനിനെ സമീപിച്ചപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഞാനും എലിയും തമ്മിൽ ചെറിയൊരു മല്ല യുദ്ധമുണ്ടായി. ഞാൻ അവനെ തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞ്. അവൻ തലകുത്തനെ വീണ് ചത്തുപോയി. ചെന്നായ ഞാൻ വാലിൽ പിടിച്ച് ചുഴറ്റി പാറയിൽ ഒറ്റ ഒരടി കൊടുത്തു. പുലി മൽപ്പിടുത്തത്തിൽ തോറ്റ് തൊപ്പിയിട്ട് ജീവനും കൊണ്ടോടി. ഇനി നിന്റെ ഊഴമാണ്, വാ വേഗം വാ. കുറുക്കൻ മൽപ്പിടുത്തത്തിനുള്ള തയ്യാറെടുപ്പോടെ നിന്നു. കീരി ഭയം കൊണ്ട് വിറച്ചു. അവനൊരു വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ല. അവൻ പൊന്തക്കാട്ടിൽ ഓടിക്കയറി ഒളിച്ചു. തൻ്റെ കൗശലം വിജയിച്ച സന്തോഷത്തോടെ കുറുക്കൻ ആ മാനിൻ്റെ ഇറച്ചി ആസ്വദിച്ച് വേണ്ടുവോളം തിന്നു. ഇത്രയുമാണ് കഥ. ഇതിൽ പ്രധാനമായിട്ട് വിശപ്പിൻ്റെ വിളിയാണ്. വിശപ്പാണ് കുറുക്കനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കള്ളവും പൊളിക്കഥകളും ഒക്കെ പറഞ്ഞ് നമ്മുടെയൊക്കെ ചുറ്റും ഒട്ടനവധി ആളുകളുണ്ട് പിടിച്ചു നിൽക്കുന്നത്. മറ്റൊരാളിനെക്കുറിച്ച് ഒരു വ്യക്തിയോട് പറയും, പൊലിപ്പിച്ച് പറയും, പേടിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ ചുറ്റുപാടും ഒരു ഭയപ്പാടുണ്ടാക്കും. മനുഷ്യർ പരസ്പരം അവിശ്വസിക്കും, കലഹിക്കും. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കഥകളും കള്ളക്കഥകളും മെനഞ്ഞ് പറഞ്ഞ് ഭയപ്പെടുത്തി മനുഷ്യരെ തെറ്റിപ്പിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ടല്ലേ. ചുറ്റുവട്ടത്തൊക്കെ നോക്കിയാൽ കാണും, രാഷ്ട്രീയത്തിൽ കാണും, ഏത് സമൂഹത്തിലും നമ്മൾ ഇടപഴകുന്ന സ്ഥലങ്ങളിലെല്ലാം കാണും, കുടുംബങ്ങളിൽ കാണും, ജോലി സ്ഥലങ്ങളിൽ കാണും. എല്ലായിടത്തും ഇങ്ങനെ ഒരു ഭയപ്പാടുണ്ടാക്കി തൻ്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒട്ടനവധി ആൾക്കാർ കാണും. ചെന്നായുടെ കഥ വായിച്ചപ്പോൾ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. പ്രധാനമായിട്ട് ഞാൻ ഈ കഥയിൽ കണ്ടത് വിശപ്പ് തന്നെയാണല്ലേ. ഒരു വിശപ്പ് അല്ലേ, മനുഷ്യൻ്റെ ആയാലും മൃഗങ്ങളുടെ ആയാലും വിശപ്പൊരു സത്യമാണ്. ഞാനിന്ന് കാതോട് കാതോരത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, പ്രസിദ്ധമായ ഒരു മറുപടിയുണ്ട്. അത് വിശപ്പ് എന്നായിരുന്നു ഉത്തരം അദ്ദേഹം നൽകിയത്. അദ്ദേഹം വിശപ്പിലൂടെയൊക്കെ കടന്നുപോയി കാണും. ദാരിദ്ര്യം അദ്ദേഹം ഒട്ടേറെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സത്യത്തെ അദ്ദേഹം നല്ലതുപോലെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്ന ആരോടും അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് ആഹാരം കഴിച്ചിരുന്നോ എന്നാണ്. നമ്മളുമൊക്കെ എങ്ങനെയാണ് അല്ലേ, വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും കഴിച്ചോ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചോ, അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ കാപ്പി കുടിച്ചോ, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കും. നല്ല സുഹൃത്തുക്കൾ അല്ലേ, ചില സുഹൃത്തുക്കളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കാണും. എല്ലാവരും ഒന്നുമല്ല, ചില സുഹൃത്തുക്കൾ നീ കൊല്ലം കഴിച്ചോ, രാവിലെ കാപ്പി കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന അല്ലേ. അതൊക്കെ ആ വിശപ്പ് എന്താണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ നമ്മളത് കൈമാറിപ്പോകുന്നതാണ് അങ്ങനെയുള്ള നല്ല ശീലങ്ങൾ അല്ലേ. മറ്റൊരു മനുഷ്യൻ എല്ലാം കഴിച്ചോ, വിശപ്പുണ്ടോ എന്നൊക്കെ തിരക്കുന്ന ഒരു ശീലം, അത് നല്ലൊരു ശീലമല്ലേ. ഈ വിശക്കുന്നതിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് വിളമ്പിയിട്ടും കാര്യമില്ല. യേശുദേവനും ഭക്ഷണം വിളമ്പിയിട്ടാണ് തൻ്റെ ഉപദേശങ്ങളും വചനങ്ങളുമൊക്കെ തൻ്റെ കാണാൻ വന്ന ആ ജനക്കൂട്ടത്തോട് പറഞ്ഞത്. 5 അപ്പം എത്രയോ പേര് ഭക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കഥകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്തൊക്കെ പ്രധാനമായിട്ട് വിശപ്പ് എന്താണെന്ന് ഗുരുക്കന്മാർ പോലും മനസ്സിലാക്കിയിരുന്നു. വലിയ വലിയ ആശ്രമങ്ങളിലൊക്കെ അല്ലേ ഭക്ഷണം വിളമ്പുന്ന ശാലകളുണ്ട്. ചില ആശ്രമങ്ങളിലൊക്കെ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കും. വിശപ്പുള്ളവൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് വാചാലനായിട്ട് എന്താണ് കാര്യം, വലിയ വേദോപദേശങ്ങളൊക്കെ നൽകിയിട്ട് എന്താണ് കാര്യം. ആ വിശന്നിരിക്കുന്ന വയറിൻ്റെ മുമ്പിൽ അതൊന്നും വിളമ്പിയിട്ട് ഒരു കാര്യമില്ല. എത്ര വലിയ ദൈവത്തിൻ്റെ കാര്യം വിളമ്പിയിട്ടും വിശക്കുന്നവനത് മനസ്സിലാവും. അവൻ വിശന്നുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ മുമ്പിൽ ദൈവമൊന്നുമില്ല. അന്നേരം അവൻ്റെ മുമ്പിലുള്ളത് ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്നത് ആഹാരമാണ്. ആഹാരം കഴിച്ചാലേ ഇനി ഒരു അടി മുന്നോട്ട് വെക്കാൻ സാധിക്കുകയുള്ളൂ കാല്. അപ്പോൾ വിശപ്പിന് ആഹാരം കഴിക്കുമ്പോഴാണ് ഏറ്റവും വലിയ തൃപ്തി മനുഷ്യനുണ്ടാകുന്നത്. അതുതന്നെയാണ്
ഏറ്റവും വലിയ ദൈവവും. നമ്മുടെ ചുറ്റും കാണുന്നത് അല്ലേ, നമുക്ക് കിട്ടുന്ന അരിയായാലും പച്ചക്കറിയായാലും പഴവർഗ്ഗങ്ങളായാലും എല്ലാം ആ നേരം ദൈവങ്ങളാണ്. ഇത് പറയുമ്പോഴാണ് സപ്ലൈകോ, അതിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാൻ തോന്നുന്നു. 50ൻ്റെ നിറവിൽ നിൽക്കുകയാണ് സപ്ലൈകോ. പക്ഷേ പല സ്റ്റോറുകളും കാലിയാണ്. കുറച്ച് സാധനങ്ങൾക്കെങ്കിലും സബ്സിഡി ഉണ്ടെങ്കിലേ അവിടെ നിന്ന് വാങ്ങിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുകയുള്ളൂ. 13 ഇനം സാധനങ്ങൾക്ക് മറ്റോ സപ്ലൈകോ സ്റ്റോറുകളിൽ സബ്സിഡി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ആകെ ഉള്ളത് 4-5 സാധനങ്ങൾക്ക് മാത്രമാണ്. നമ്മുടെ പൊതുവിപണിയിലെ വിലയൊക്കെ അറിയാമല്ലോ, കുതിച്ചുയരുകയാണ്. പ്രത്യേകിച്ച് കടല, പരിപ്പ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ വിലയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. അരിയായാലും എല്ലാം. തുവരപ്പരിപ്പിന് അവിടെ 160-190 രൂപയോളം വിലയുണ്ട് പൊതുവിപണിയിൽ. അപ്പോൾ അത് ആ സപ്ലൈകോയിൽ അതിന് എനിക്കൊന്ന് സബ്സിഡി കഴിച്ചിട്ട് വില 111 രൂപയാണ്. അത് കണക്ക് തന്നെ 69 രൂപയ്ക്ക് വൻകടല ലഭിക്കും, 75 രൂപയ്ക്ക് വൻപയർ ലഭിക്കുന്നു അല്ലേ. പൊതുവിപണിയിൽ വില ഇതിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ 130-120 രൂപയൊക്കെയാണ്. പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ സപ്ലൈകോയിൽ സാധനമില്ല. 140 രൂപയാണ് പൊതുവിപണിയിൽ മല്ലിക്ക് വില. 500 ഗ്രാം മല്ലിക്ക് 40.95 രൂപയ്ക്കാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ നൽകുന്നത്. അപ്പോൾ സപ്ലൈകോ കൊണ്ട് സാധാരണക്കാരെന്ന് വെച്ചാൽ അല്ലേ, ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ഉപഭോക്താക്കളുണ്ട്. അവർക്ക് വലിയ ആശ്വാസമാണ് സപ്ലൈകോ. വിശപ്പ് അകറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു സ്നേഹ സ്ഥാപനമാണ് സപ്ലൈകോ. സർക്കാരിൻ്റെ സ്നേഹ സ്ഥാപനം എന്നൊക്കെ വേണമെങ്കിൽ സപ്ലൈകോ നമുക്ക് വിളിക്കാം. അരിയായാലും മുളകായാലും വെളിച്ചെണ്ണയായാലും ഇതെല്ലാം നമ്മൾക്ക് അല്ലേ ലാഭത്തിന് അവിടെ നിന്ന് ലഭിക്കുന്നു. വലിയ അനുഗ്രഹമാണ്. അത് സർക്കാരിൻ്റെ കരുതലാണ്, സ്നേഹമാണ്. അപ്പോൾ അത് മുടങ്ങുമ്പോൾ അവിടെ നിന്ന് സാധനം വാങ്ങിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്, വസ്തുതയാണ്. അപ്പോൾ ഇത് കാലിയായിട്ട് തുടരുമ്പോൾ തീർച്ചയായിട്ടും പലരുടെയും വയറ്റത്തടിക്കുകയാണ് അല്ലേ. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകട്ടെ, അതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കഥയോട് ചേർന്ന് ഞാൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. കഥയുടെ അനുബന്ധമായിട്ട് വിശപ്പ് എന്നൊരു തീം അതിൽ നിന്ന് കണ്ടെത്തി ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ലോകത്ത് വിശപ്പില്ലാതാകട്ടെ അല്ലേ. പല രാജ്യങ്ങളും സമ്പന്നതയിൽ കഴിയുമ്പോൾ, ഈ സമ്പന്ന രാജ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ അല്ലേ, അമേരിക്കയിൽ തെരുവുകളിൽ കഴിയുന്ന എത്രയോ പേരുണ്ടെന്നാണ് പറയുന്നത് ആഹാരമില്ലാതെ. അവർക്കൊക്കെ ഇങ്ങനെ പോയി ആഹാരം ഫ്രീ ആയിട്ട് എടുക്കാവുന്ന സ്ഥലങ്ങളുണ്ട്, ആൾക്കാർ കൊണ്ട് വെക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി അവർക്ക് ആവശ്യമുള്ള ആഹാരം എടുക്കാം. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ. അതുപോലെയൊക്കെ നമുക്ക് ഈ വിശപ്പ് മാറ്റാനുള്ള ചില സ്നേഹാലയങ്ങൾ അല്ലേ തുറക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. സപ്ലൈകോവും ഒരു തരത്തിൽ പറഞ്ഞാൽ അതാണ്, വിശപ്പകറ്റുകയാണ്, അത് സ്നേഹമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസകരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വർത്തമാനമായിട്ട് കടന്നു വരാം. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.